പഴയ തക്കാളിപ്പെട്ടിക്ക് ഗോദ്റേജിന്റെ പൂട്ട് വേണോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ Z+ സുരക്ഷ പിൻവലിച്ചു. ഇനി Y കാറ്റഗറി എസ്കോട്ടുമില്ല, കോൺവോയുമില്ല, കൂടെ നടന്ന വിവാദ ഗൺമാന്മാരെയും ഓടിച്ചു എന്ന വാർത്ത കണ്ട ജനങ്ങളുടെ ആത്മകഥമാണ് ITV ന്യൂസ് നൽകിയ ഈ തലക്കെട്ട്. പഴയ തക്കാളിപ്പെട്ടിക്ക് എന്തിനാണ് ഗോദ്റേജിന്റെ പൂട്ട്? ഇത് പിണറായി വിജയനെ അപമാനിക്കുവാൻ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. പക്ഷേ പഴയ ചില കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കുവാൻ പറ്റുമോ? ദിനേശ് മീഡിയയും വലിച്ച് തൊഴിലാളികളെയും പറ്റിച്ച് നടന്ന ഒടുവിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കാണിച്ച ഈ പേക്കൂത്തുകൾ കേരള ജനതയ്ക്ക് മറക്കുവാൻ സാധിക്കുമോ? പറ്റുമോ? ഭരണം പോയ വിജയന്റെ ഇന്നത്തെ അവസ്ഥ കാണുക. ഭരണത്തിലിരിക്കുന്ന എല്ലാവരും കാണേണ്ടുന്ന ഒരു ചിത്രമാണ് ഇത്. എന്തൊക്കെയായിരുന്നു? കറുത്ത വണ്ടി, 40 അകമ്പടി വാഹനങ്ങൾ, ഹെലികോപ്റ്റർ, ഇരിക്കുവാൻ പ്രത്യേക കസേര, കാലുപൊക്കാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്, കുടിക്കാൻ കറുത്ത പശുവിൻ്റെ വെളുത്ത പാല്. ഇപ്പോൾ ദാണ്ടിരിക്കുന്നു, ഇരിക്കാൻ കസേരയുമില്ല, ആരവുമില്ല, അമ്പാടിയുമില്ല. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകി വന്നിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാന്മാർക്ക് പകരം 2 PCOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോട്ട് വാഹനം ഒഴിവാക്കിയെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും എന്നാണ് വിവരം. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും പോലും. ഇനി ആഭ്യന്തരമന്ത്രിയോടാണ്. ഈ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ വയോധികനെ ആരും നോട്ടമിടാനാണ്? ഇയാൾക്ക് സുരക്ഷ ഒരുക്കുവാനായി ഖജനാവിലെ പണം ഇനിയും അധികം ചിലവഴിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം. വെച്ച് വിലയെടുത്തും വീഴാതിരിക്കുവാൻ നല്ല ഗ്രിപ്പുള്ള 2 പ്ലാസ്റ്റിക് സ്ലിപ്പറുകൾ വേണമെങ്കിൽ മേടിച്ച് നൽകുക. അതിൻ്റെ ആവശ്യമേ ഇനി ഇയാൾക്കുള്ളൂ. അധികാരം കിട്ടിയപ്പോൾ പേപ്പട്ടിയുടെ സ്വഭാവം കാണിച്ചിരുന്ന ഈ മനുഷ്യനെ ഇന്ന് കാണുമ്പോൾ ജനങ്ങൾക്ക് സഹതാപം മാത്രം. ഇതൊക്കെ കണ്ട് ഇയാളുടെ ഈ അവസ്ഥ കണ്ട് ചിലപ്പോൾ അവർ ഒരുപക്ഷെ ചിരിച്ചെങ്കിൽ നമുക്ക് കുറ്റം പറയുവാൻ പറ്റുമോ? ചിരിക്കാൻ പാടില്ല എന്ന് സർക്കാരിന് കൽപ്പിക്കുവാൻ പറ്റുമോ? ഇല്ല. വിജയന്റെ കൂടെ നടന്നപ്പോൾ തിണ്ണമെടുക്ക് കാണിച്ച നവകേരള യാത്രക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപിനെ പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്ന് ഇന്ന് ഒഴിവാക്കി. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. അതേസമയം മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ഇപ്പോഴും പിണറായിയോടൊപ്പം തുടരുകയാണ്. രമേശ് ചെന്നിത്തല അവനെയും ഒഴിവാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികാരത്തിലെത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്ന നേതാക്കന്മാർക്കും അധികാരത്തിലിരിക്കുന്നവന്മാരുടെ ചെരുപ്പ് നക്കുവാൻ ഇടിച്ചു നിൽക്കുന്ന അടിമ മൃഗങ്ങൾക്കും ഇതൊക്കെ ഒരു പാഠമാകണം. അധികാരം പോയാൽ നിനക്കൊന്നും ഒരു നായുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ വാർത്ത കണ്ട സാബു എന്ന ITV ന്യൂസ് പ്രേക്ഷകന്റെ പ്രതികരണം കേൾക്കുക. ഇനി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാൻ ഒരിടം. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിളിക്കുന്നു. എൻ്റെ പേര് സാബു എന്നാണ്. നമ്മുടെ പഴയ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഒരു 8 പോലീസുകാരും 2 SIമാരോ CIമാരോ ആരാണ്ടും ബാക്കി 6 പോലീസുകാരും ഊരി പിടിച്ച വാളിന്റെ മുന്നിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഓടാത്ത ഒരു വണ്ടിയിൽ 8 പോലീസുകാർ ഇപ്പോഴും എന്തിനീ കാവലു നിർത്തിയേക്കുന്നത്? ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ഞാൻ മൊബൈലിനകത്ത് കണ്ടതാണ്, ഇപ്പം ഒരു വാർത്തക്കകത്ത് കണ്ടതാ, അതുകൊണ്ട് ചോദിച്ചതാ. പുള്ളി പഴയ വിജയനല്ല, പുതിയ വിജയന് അങ്ങനെ ഇങ്ങനെ മാട കൂടെയെന്ന് പറയും. ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നെന്നൊക്കെയും പുള്ളിക്ക് ഇപ്പോഴും സാധാരണ ജനങ്ങളെ വെളിയിലോട്ട് ഇറക്കുന്നതിന് ഇത്രയും പേടി ഭയം എന്തുവാ? അന്നേരമാണ് ജനങ്ങൾ വിളിച്ചു ചോദിക്കേണ്ടത് തക്കാളിപ്പെട്ടിക്ക് ഗോദ്റേജിന്റെ പൂട്ട് വേണോ? ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്, ഒരു വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. ഒരു സ്ഥാനവും മാനവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇപ്പോഴും 8 പോലീസുകാരെ, ഈ 8 പോലീസുകാർക്ക് ശമ്പളം കൊടുക്കേണ്ട പുള്ളിയുടെ കുടുംബസ്വത്തിൽ നിന്നോ കമലമ്മയുടെ വീട്ടിൽ നിന്നോ ഒന്നും അല്ലല്ലോ. അല്ല,
ഇത് എന്നെ പോലുള്ള സാധാരണ ജനങ്ങൾ ഒരു കിലോ പഞ്ചസാരയോ മല്ലിയോ കാപ്പിപ്പൊടിയോ പഞ്ചാരയോ വാങ്ങിക്കുന്നതിന്റെ ഒരു നികുതി പണത്തിൽ നിന്നുള്ള ശമ്പളത്തിൽ നിന്നല്ലേ 8 പോലീസുകാർക്ക് കൊടുക്കുന്നത്. ഓടാത്ത ഒരു വണ്ടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് അവരുടെ തൊപ്പിയൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ ഫാൻ പോലുള്ള ചെറിയൊരു സംവിധാനം അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് വീടും കുടുംബവും ഉള്ളവരാ. അവർക്ക് മൂത്രം ഒഴിക്കാൻ പോലും ഒരു സംവിധാനമില്ല. ഇപ്പൊ അവിടെ കണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി ആ മൂത്രം ഒഴിക്കുകയും ടോയ്ലറ്റിൽ പോവുകയും ചെയ്യുന്നതൊക്കെ അവർ പറയുന്നുണ്ട്. ഊരി പിടിച്ച വാലിന് മുമ്പിൽ ഞാൻ പണ്ട് അതിലേക്കൂടെ നടന്നാലും ഇതിലേക്കൂടെ നടന്നാലും പറഞ്ഞ് എന്തോ പേടി എന്ത് ഇരട്ട ചങ്കനാന്നാ പറയുന്നത്. സ്നാക്കി വെച്ചോണ്ടേ വെളിയിറങ്ങാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചോദിക്കുന്നതിന്റെ കാര്യമേ ഉള്ളൂ. ഇപ്പോഴത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഈ പോലീസുകാരെ പിൻവലിക്കണം. എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാർക്ക് എന്റെ നികുതി പണത്തിൽ നിന്നാണ് ഞാൻ 100 കാപ്പിപ്പൊടി വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് പൈസയിലാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അല്ലാതെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നും അല്ല കൊടുക്കുന്നത്. എന്തോ SIO അങ്ങനെ വേറെ 6 പോലീസുകാരും 24 മണിക്കൂറോട് ഡ്യൂട്ടിയാ. ഓണാത്ത ഒരു വണ്ടിയും കട്ടപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുക. മഴ വന്നാലും വെയിൽ വന്നാലും അവരതിനകത്ത് അഭയം തേടിക്കൊണ്ടിരിക്കുക. ഒരു ടോയ്ലറ്റ് പോലും ഇല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരതിനകത്ത് തന്നെ ഇരിക്കുക. ഇതൊന്നും ഒരു സാധാരണ ജനം എന്നുള്ള രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്ന ഒരു ആളല്ല. ഒരു വോട്ടവകാശമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഉള്ള നമ്മുടെ അഭിപ്രായമായത് എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. അതിനിപ്പം നാളെ ഇനി രമേശ് ചെന്നിത്തല ചെയ്താലും നാളെ ഇനിയും വേറെ BJP ഒരു സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തി വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. യൂണിഫോം ഉള്ളപ്പോഴേ പോലീസുകാർക്കായാലും സാധാരണ ജനങ്ങൾ വില കൽപ്പിക്കത്തുള്ളൂ. യൂണിഫോം ഊരി കഴിഞ്ഞാൽ SI ആയാലും കോൺസ്റ്റബിൾ ആയാലും സാധാ പോലീസുകാരനായാലും എന്നെ പോലെയും സാറിനെ പോലെയുള്ള വ്യക്തിയുടെ ആ ഒരൊറ്റ പവറേ ഉള്ളൂ. അതായത് പള്ളിയിലെ അച്ഛന്മാർ കുപ്പായം തൊപ്പി ഊരി കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ ഒരു കാര്യമില്ല. അവരെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അവർ അവരുടെ സാധാരണ കൈലി കൊടുത്തോ പാൻറ് കൊടുത്തോ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് അത്ര ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും ഒരു വോട്ടർ എന്നുള്ള നിലയിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.